സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ശിഷ്യന്മാർ ഈശോയോട് പറയുക, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പുറകെ വന്നിരിക്കുകയാണ്. ഉടനെ ഈശോ പറഞ്ഞു, നിങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്കെല്ലാം കിട്ടും. എന്താണ് സഹോദരങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? അക്ഷരാർത്ഥത്തിൽ ഇട്ടിട്ട് പോരുക എന്നുള്ളതാണോ? അപ്പനെ അമ്മയെ ഉപേക്ഷിക്കുക, ഭാര്യയെ ഉപേക്ഷിക്കുക, ഭർത്താവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ദൈവപിതാവിങ്കൽ സമർപ്പിക്കുക എന്നാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിന് ഉത്തരവാദിത്വം കൊടുക്കുമ്പോൾ ദൈവം ചിലപ്പോൾ നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. അത് നീ അവരോടും ചെയ്യുക. നിൻ്റേതാക്കി മാറ്റുമ്പോഴാണ് നിനക്ക് നിൻ്റെ സ്വാർത്ഥതകൾ കൂടുതൽ മുറുകുന്നത്. മറ്റൊരാളുടേതായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് നോക്കാൻ പറ്റും. ഞാൻ നിങ്ങളൊരു ഉദാഹരണം പറയട്ടെ. വേറൊരാൾ നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഏൽപ്പിച്ചു എന്ന് വെക്കുക. ആ സാധനം നിങ്ങൾ വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കും, കാരണം അത് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ. എന്നാൽ നിൻ്റേതാണെങ്കിലോ അത് നീ വേണ്ടാത്ത വിധത്തിലൊക്കെ ഉപയോഗിക്കും. അത് മോശമായാലും സാരമില്ലെന്നേ എന്ന് പറയും, അല്ലേ? എന്നാൽ നിൻ്റെ ജീവിത പങ്കാളി ദൈവത്തിൻ്റെ ആയി മാറിയാലോ? നിൻ്റെ അപ്പനും അമ്മയും ദൈവത്തിൻ്റെതായി മാറിയാലോ? നിൻ്റേതെല്ലാം ദൈവത്തിൻ്റെതായി മാറുമ്പോൾ നീ അത് കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടു കൂടി നോക്കാൻ തുടങ്ങും. സ്നേഹമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഉൾക്കാഴ്ച കിട്ടട്ടെ നമുക്ക് ഓരോരുത്തർക്കും. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാണുന്നു നിൻ തിരുരൂപം